അപ്പൊ ഞാനൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു, വളരെ വ്യത്യസ്തമായ കാഴ്ച. നമ്മുടെ നാട്ടിൽ നമുക്ക് എപ്പോഴേ പോയി ജാംബോന്റെ കാലത്തുള്ള അംബാസിഡറാണ് ഇവിടുത്തെ ടാക്സി. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ. ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊന്ന് 5ലോ 6ലോ പഠിക്കുമ്പോൾ കയറുകയാണ് അംബാസിഡറിൽ. പിന്നെ ഇപ്പം ഇത്രയും വലുതായിട്ട് ഇപ്പോഴാണ് കയറുന്നത്. സോ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ജാംബോന്റെ കാലത്തിലെ വണ്ടിയിൽ കയറുമ്പോൾ. ഓക്കെ, കയറാം. ഇതിൽ AC കാര്യങ്ങളൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ ഒരു നോസ്റ്റാൾജിയ തോന്നി. പട്ടപ്പഴോ കയറിയതല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഈ സമയം. ഇതൊക്കെ കയറണമെങ്കിൽ കൊൽക്കത്ത തന്നെ വരണം. അപ്പോൾ ബിരിയാണിയുടെ മണം അടിച്ചത് അർസലൻ റെസ്റ്റോറൻറ്റ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങളപ്പം ചിക്കൻ സ്പെഷ്യൽ ബിരിയാണി ഓർഡർ ചെയ്തു, അതിൻ്റെ കൂടെ മട്ടൺ ഗ്രേവി ഓർഡർ ചെയ്തു. ഇത് വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് കൊൽക്കത്തയിലത്തെ. ഇവർക്ക് ഇതിന് 11 ബ്രാഞ്ചസ് ഉണ്ട്, കൂടാതെ ഡൽഹിയിലും ദുബായിലും ഉണ്ട്. അപ്പം കഴിക്കാനുള്ളൊരു അഭ്യർത്ഥി കൊണ്ടേ കഴിച്ചു നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ കറി ടേസ്റ്റ് ഉണ്ട്, നല്ലുണ്ട്, അടിപൊളി. അപ്പം കൊൽക്കത്തയിൽ വന്നാൽ ഫസ്റ്റ് ബിരിയാണി ട്രൈ ചെയ്യണം എന്തായാലും. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ബിരിയാണി ആയിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ സ്വീറ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത്. അതായത് ജുഗൽസ് എന്ന് പറഞ്ഞ സ്വീറ്റ് ഷോപ്പാണ്. അത് 100 വർഷം പഴക്കമുള്ള സ്വീറ്റ് ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബംഗാളി സ്വീറ്റ്സ് ഭയങ്കര ഫേമസ് ആണല്ലോ. ഗുലാബ് ജാമുൻ, രസഗുള, മിഷ്ടി ദോയ്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ അനുഭവമല്ലേ ഇതുവരെ ഉള്ളൂ. കൊൽക്കത്തയിൽ വന്നിട്ട് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഇവിടുത്തെ സ്വീറ്റ് ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. സോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടുത്തത് നമ്മൾ ബേക്ക് ചംചം എന്ന് പറഞ്ഞ സ്വീറ്റാണ് കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ചെറിയൊരു പാൽപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ്. നൈസ്.